يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലാക്കുകയും അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. 16-ാമത്തെ സൂറത്ത് നഹലിലെ 90-ാമത്തെ ആയത്ത് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ നമ്മോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു യഅ്മുറു, അവൻ കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതി കൊണ്ട് കൽപ്പിക്കുന്നു, വൽ ഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ട് കൽപ്പിക്കുന്നു, വ ഈതാഇ ദിൽ ഖുർബ, ബദ്ധജനങ്ങൾക്ക് നൽകുവാനും കൽപ്പിക്കുന്നു, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി, മ്ലേച്ഛമായ കാര്യങ്ങളെ തൊട്ട്, വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട്, അതിക്രമപരമായിട്ടുള്ള കാര്യങ്ങളെ തൊട്ട് നിങ്ങളെ തടയുകയും ചെയ്യും. യഅ്ലുക്കും, ഇത് നിങ്ങളോടുള്ള സതുപദേശമാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിലയ്ക്കുള്ള ഒരു സതുപദേശം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ശേഷം അല്ലാഹു പറയുന്നു, വഔഫു, നിങ്ങൾ പൂർത്തീകരിക്കപ്പെടണം, ബി അഹ്ദില്ലാഹി, അല്ലാഹുവിൻ്റെ അഹദുകളെ അഥവാ കരാറുകളെ. ഇദാ ആഹദ്തും, നിങ്ങൾ അല്ലാഹുവിനോട് കരാർ ചെയ്തിരിക്കുന്ന നിലയ്ക്ക്. വലാ തൻഖുലുൽ ഐമാന ബഅദ തൗകീദിഹ, നിങ്ങൾ ശക്തിയുക്തം അല്ലാഹുവിനോട് കരാറുകൾ ചെയ്ത നിലയ്ക്ക്. വഖദ് ജഅൽതുമുല്ലാഹു അലൈക്കും കഫീല, അല്ലാഹുവിനെ തന്നെ ജാമ്യക്കാരനാക്കിക്കൊണ്ട് നിങ്ങൾ ശക്തിയുക്തം നിറവേറ്റിയിട്ടുള്ള ഈ ഒരു കരാർ, അതിനുശേഷം നിങ്ങൾ ലംഘിക്കുവാൻ പാടില്ല. ഇന്നല്ലാഹ യഅലമു മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു നന്നായി അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശേഷം അല്ലാഹു ഒരു ഉപമ അവതരിപ്പിക്കുകയാണ്. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ തകൂനു കല്ലത്തി നഖളത അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഥ, ശക്തിമത്തായ ഒരു കയറ് പല പല ഇഴകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിർമ്മിച്ച ആ സ്ത്രീയെ പോലെ നിങ്ങളാകാൻ പാടില്ല. എന്താണ് ആ ഒരു സ്ത്രീയുടെ പ്രശ്നമെന്നുള്ളത് ഈ ആയത്തുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു കൽപ്പിച്ചതായി നാം മനസ്സിലാക്കിയത് ഒന്ന് അദിൽ, നീതിയാണ്. നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം അത് ഓരോ മനുഷ്യരിലും ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്.
അള്ളാഹുവിൻ്റെ ചില കൽപ്പനകൾ സ്വീകരിക്കുകയും അവകളെ പ്രായോഗികവൽക്കരിക്കുകയും അതിന് മാത്രം സ്വന്തം ജീവിതത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പൊതുവിൽ ഞാനടങ്ങുന്ന മുസ്ലിം ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന കൽപ്പനകൾ, നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിന് മാത്രം ജീവിതത്തെ പരിമിതപ്പെടുത്തിയതിനു ശേഷം, അത് ചിലപ്പോൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, അല്ലെങ്കിൽ നിർണിതമായിട്ടുള്ള മറ്റുള്ള ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാകാം, അല്ലെങ്കിൽ പരമ്പരാഗതമായി കൈമാറി വരുന്ന മതദർശനങ്ങൾ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിലാകാം. അതിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരവസ്ഥ. അതിനപ്പുറമുള്ള ഖുർആന്റെ കൽപ്പനകൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ശക്തിയുക്തം എന്തൊക്കെ കാര്യങ്ങളാണ് അവന്റെ ഒരു അബ്ദ് എന്നുള്ള നിലയ്ക്ക് അവൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, ആ നിലയ്ക്കുള്ള പഠനം നടത്തുന്ന വിഷയത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പരിശോധിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ ആയത്തുമായി സംവദിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാതെ ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു മുസ്ലിം പൊതുസമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. മുസ്ലിം സാമാന്യത്തെ കുറ്റപ്പെടുത്താനോ അവരെ മോശക്കാരായി അവതരിപ്പിക്കാനോ മാത്രമേ അതുകൊണ്ട് സാധ്യമാവുകയുള്ളൂ. ഈ ആയത്തിനോട് ഞാൻ നേർക്കുനേരെ സംവദിക്കണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും ആകാവുന്നതാണ്. അള്ളാഹു കൽപ്പിച്ച ഒന്നാമത്തെ വിഷയം അദിലിനെ കുറിച്ചാണ്. അദില് എന്ന വാക്കിന്റെ മലയാള അർത്ഥം നീതി എന്ന്. നീതിയും ഞാനും തമ്മിലുള്ള ബന്ധമെന്നാണ്. അതിന്റെ ഒന്നാമത്തെ ബന്ധമെന്നുള്ളത് മുഴുവൻ ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു ബന്ധമാണ്. അതൊരു താല്പര്യമാണ്. എന്നോട് എല്ലാവരും നീതിയോടുകൂടി പ്രവർത്തിക്കണം. നീതിയുമായി ബന്ധപ്പെട്ട എൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല. അത് 100% നിർവഹിക്കപ്പെടും. ഇല്ല എങ്കിൽ ഞാൻ വലിയൊരു പരാതിക്കാരനായി മാറും. നീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ കടന്നു വരുന്നത് ചില കറുത്ത ഗൗണുകൾ അണിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായ മേഖലകൾ മാത്രം ഒതുങ്ങിക്കൂടുന്ന ചില ആളുകളും അവരുടെ വ്യവഹാര മേഖലകളുമാണ്. അതല്ല, അത്തരം ഒരു പരിമിതമായ തലത്തിലേക്ക് നീതി എന്നുള്ളൊരു വിഷയത്തെ നമ്മൾ ഒതുക്കി കൂട്ടേണ്ട കാര്യമില്ല. അത് കോടതിയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ സംഗതികളോടും ഞാൻ കാണിക്കേണ്ട നീതി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നീതി സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് പരിശോധിച്ച് നോക്കുമ്പോഴാണ് എന്നോടെല്ലാവരും നീതിയോടുകൂടി പെരുമാറുന്നത്. എൻ്റെ ഭാര്യ എന്നോട് നീതി കാണിക്കണം, എൻ്റെ മക്കൾ എന്നോട് നീതി കാണിക്കണം, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വിഷയത്തിൽ നീതി കാണിക്കണം, എൻ്റെ അയൽവാസികൾ എന്നോട് നീതി കാണിക്കണം, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് നീതി കാണിക്കണം, എൻ്റെ സഹപഠിതാക്കൾ എന്നോട് നീതി കാണിക്കണം, എൻ്റെ അധ്യാപകർ എന്നോട് നീതി കാണിക്കണം, എൻ്റെ കൂട്ടായ്മകളിലുള്ള മുഴുവൻ ആളുകളും അതിൻ്റെ നേതൃത്വവും എന്നോട് നീതി കാണിക്കണം എന്ന് തുടങ്ങി ഞാനുമായി ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിൽ നിന്നും നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നീതിയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം അതിൽ മാത്രം പരിമിതപ്പെട്ടു പോവുകയാണ്. കാരണം ഞാൻ നീതി പ്രതീക്ഷിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും എന്നുള്ള തിരിച്ചറിവില്ലാതെ, കാരണം ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യ സമൂഹത്തിലെ ഒരു അംഗമാണ് ഞാൻ. എല്ലാ മനുഷ്യരും എന്നോട് നീതി കാണിക്കണം. എന്നാൽ അതേപോലെ തന്നെ എന്നിൽ നിന്നും നീതി അർഹിക്കുന്ന ധാരാളം ആളുകൾ എൻ്റെ ചുറ്റോട് ചുറ്റുമുണ്ട് എന്നുള്ളൊരു ബോധം പലപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അതാണെന്ന് പറഞ്ഞത്, നീതിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ രംഗത്ത് ഞാൻ സജീവമാണ്. അതെന്താണ്? എനിക്കെല്ലാവരിൽ നിന്നും നീതി കിട്ടണം. ഭരണകൂടത്തിൽ നിന്നും എനിക്ക് നീതി കിട്ടണം, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും എനിക്ക് നീതി കിട്ടണം,
എന്ന് തുടങ്ങി ആ നീതിയെക്കുറിച്ചുള്ള ഞാനുമായി ബന്ധപ്പെട്ട ചർച്ച അതിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ട് എനിക്ക് കിട്ടണം എന്നുള്ളതിലേക്ക് മാത്രം അത് പരിമിതപ്പെട്ടു പോവാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലും പോലീസുകാരനോട് നീതി കാണിക്കണം, ഞാൻ ഹെൽമറ്റ് ഇട്ടിട്ടില്ലെങ്കിലും പോലീസുകാരനോട് നീതി കാണിക്കണം, ഞാൻ എൻ്റെ പേപ്പർ ഭാഗങ്ങൾ ശരിയാക്കിയില്ലെങ്കിലും, ടാക്സ് അടച്ചിട്ടില്ലെങ്കിലും, ഇൻഷുറൻസ് അടച്ചിട്ടില്ലെങ്കിലും എന്നോട് നീതി കാണിക്കണം. ശരിയായൊരു നിലപാടാണ്. നിയമം എന്നുള്ളത് ഞാനും നടപ്പിലാക്കണം, എൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ആളുകളും നടപ്പിലാക്കണം. ഏതെങ്കിലും ഒരു മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് അവർ തീരെ നീതിയെ പാലിക്കാത്തവരാണ് എന്നൊരു അഭിപ്രായം വന്നാൽ അത് വർഗീയതയുടെ പേരിൽ പറയപ്പെടുന്നതാണ് എന്ന് നമ്മൾ പറയുന്നതിനപ്പുറം അത് ശരിയാണോ എന്നൊന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ്. ഒരു പൊതുവായ ഒരു സ്വഭാവമായിട്ട് നീതിക്കെതിരെ പെരുമാറുക, കടമകൾക്കെതിരിൽ പെരുമാറുക, ഇതൊരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത്. ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതിനേക്കാളും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴാണല്ലോ നമ്മളിൽ നന്മയുണ്ടാവുക. അല്ല, ആരെങ്കിലും കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ കുറ്റപ്പെടുത്തലായിട്ട് അത് അവശേഷിക്കുന്നു എന്ന് മാത്രം. നമ്മൾ പരിശോധിക്കണം, നീതിയുമായി ബന്ധപ്പെട്ട എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഞാൻ എല്ലാത്തിനോടും നീതി കാണിക്കുന്നുണ്ടോ? ഗവൺമെന്റിനോട് ഞാൻ നീതി കാണിക്കുന്നുണ്ടോ? രാജ്യത്തോട് നീതി കാണിക്കുന്നുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ഒരു വിഷയത്തിൽ എല്ലാവരും രാജ്യത്തോട് കടമപ്പെട്ടവരാണ്. മാനുഷിക വിഭവശേഷി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാൻ കഴിയും. മാനുഷിക വിഭവശേഷി. ഒരു രാജ്യത്തോട് ഏതൊക്കെ രൂപത്തിലാണ് അവൻ അവിടെ കടമകൾ നിർവഹിക്കേണ്ടത് എന്ന് ഇതേതെങ്കിലും ഒരു ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒന്നാമത്തെ ഭരണഘടന വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ ഓരോ രാജ്യത്തും ജീവിക്കുന്ന ഓരോ പൗരനോടും പറയുന്നത് താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള മാനവിക വിഭവശേഷിയെ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ഉപയോഗപ്പെടുത്തണം. അതൊരു സാമൂഹികമായൊരു ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ സുപരിചിതമായൊരു സൂറത്തിലൂടെ, ആ സൂറത്തിന്റെ പേര് സൂറത്ത് തീൻ എന്നാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന്റെ 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. 5-ാമത്തെ ആയത്തിൽ പറഞ്ഞു സുമ്മ റദ്ദനാഹു അസ്ഫല സാഫിലിൻ. ഈ 2 ആയത്തുകളെയും മുൻനിർത്തിക്കൊണ്ട് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്രത്തോളം മാനവിക വിഭവശേഷി എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് 1-ാമത്തെ ആയത്തിൽ പറയുന്നത്. എത്രമാത്രം കഴിവും ശേഷിയും അള്ളാഹു എനിക്ക് നൽകിയിട്ട് എത്രമാത്രം ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഞാനത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഞാൻ ജീവിക്കുന്ന എൻ്റെ ചുറ്റുഭാഗത്തുള്ള എൻ്റെ സമൂഹത്തിന് വേണ്ടി എത്രമാത്രം ഞാനിത് ഉപയോഗപ്പെടുത്താറുണ്ട്. എത്രമാത്രം എന്നിൽ നിന്നും നീതി ആഗ്രഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്തയാണ്, ഒരു ചർച്ചയാണ്. അല്ലാതെ എല്ലാവരിൽ നിന്നും എനിക്ക് മാത്രം കിട്ടണം, അങ്ങോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രം ആലോചനയില്ല. അത്തരം ഒരു ചർച്ചയിലേക്ക് ഖുർആൻ വരുന്നില്ല. അതിന്റെ നീതിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരുന്നില്ല. അതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് വൽ ബഗി, അതിക്രമപരമായിട്ടുള്ള സമീപനം എന്നാ പറഞ്ഞത്. അള്ളാഹു ഒരുപാട് കഴിവും ശേഷിയും നന്മകളും എനിക്ക് നൽകി. ആ ശേഷികളെയും കഴിവുകളെയും നന്മകളെയും ഞാൻ എന്ത് ചെയ്യണം? സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ 100% നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പല ആവർത്തി ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. നിനക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് ഉറപ്പായിട്ട് ഞാൻ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നിനക്ക് വേണ്ടി മാത്രം നൽകിയതല്ല. ഒരേ ഒരു ഉദാഹരണം എടുക്കുക. അപ്പൊ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണെങ്കിൽ എത്ര ആളുകളാണ് അതിന്റെ അവകാശികൾ? സക്കാത്ത് കൊണ്ട് മാത്രം അത് പരിപൂർണമായി എന്ന് ഏതെങ്കിലും വിവരക്കേടുകൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മെ നരകത്തിലേക്ക് മാത്രം നയിക്കാനുള്ള ഒരു വിവരം കെട്ട ജൽപ്പനങ്ങളാണ്. അത് വിശ്വസിക്കാൻ പാടില്ല. സക്കാത്ത് കൊണ്ട് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്തിന്റെ ഉടമയായിട്ട് നമ്മളെ പ്രഖ്യാപിച്ചാൽ പോരെ? എന്തിനാ മുഖ്തലിഫീങ്ങളാണ് നിങ്ങളെന്ന് പറഞ്ഞത്? മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്നയാളെന്ന് മാത്രമേ ഉള്ളൂ. ഉടമസ്ഥാവകാശം അല്ലാഹുവിൻ്റെതാണ്. അപ്പൊ
എന്റെ വീടിന്റെ അയൽവാസി ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അവന് കൂടി എന്റെ സമ്പത്തിൽ അവകാശമുണ്ട്. ഏതർത്ഥത്തിലാ? സദക്ക എന്നുള്ള നിലയ്ക്ക്, സക്കാത്ത് എന്നുള്ള അർത്ഥത്തിൽ മാത്രമൊന്നുമല്ല. സദക്ക എന്നുള്ള നിലയ്ക്ക് കൂടി എന്റെ സമ്പത്തിൽ അവൻ അർഹത നേടി. അത് ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിലോ? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. സ്വന്തം അയൽവാസി പട്ടിണി കിടന്നിട്ടും അവന്റെ പ്രയാസത്തെ പരിഗണിക്കാതെ വയറും നിറച്ചു ഭക്ഷിച്ച് കിടന്നുറങ്ങിയവൻ, അവൻ ചിലപ്പോ നമസ്കരിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക. അവന്റെ മേൽ നാശത്തിന്റെ ഇടുത്തിയാണ് ആയത്തിലൂടെ പെയ്തിറങ്ങുന്നത്. നശിച്ചു പോകട്ടെ എന്നാ പറഞ്ഞു. അങ്ങനെയുള്ള നമസ്കാരക്കാരൻ നശിച്ചു പോകട്ടെ എന്നാ പറഞ്ഞു. എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. എന്റെ നീതിബോധം എത്രമാത്രം വിശാലമായിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് എന്റെ അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും എന്നിൽ മാത്രമല്ല, എന്റെ കുടുംബത്തിൽ മാത്രമല്ല, എന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളിൽ മാത്രമല്ല, എന്റെ കൂട്ടുകാരിൽ മാത്രമല്ല, പിന്നെയോ ഞാനുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളിലേക്കും അത് ചെന്നെത്തിയേ പറ്റൂ. കാരണം അവരുടെ അവകാശമാണത്. അള്ളാഹു ആ രംഗത്ത് കഴിവ് കൊടുത്തിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്റെ കഴിവ് കൊണ്ട് ആ പ്രശ്നത്തെ അവിടെ പരിഹരിക്കുകയാണ്. ഇതാണ് ഖുർആന്റെ കാഴ്ചപ്പാട്, ഇതാണ് ഹദീസിന്റെ കാഴ്ചപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ രൂപപ്പെടുത്തിയത് ആ രൂപത്തിലാണ്. കച്ചവട രംഗത്ത് നല്ല കഴിവുള്ള സഹാബത്തിന് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്ത് എന്ത് ചെയ്തു? സജീവമാക്കി. എന്തിനാണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്നെത്തിയപ്പോൾ, നമ്മൾ സാധാരണ മദീന തുടക്കം തലബുൽ ബദറു അലൈനയിൽ മാത്രം ഒതുക്കി കളഞ്ഞു. അതല്ല സംഭവം. അത് ചെറിയൊരു ഭാഗം മാത്രം, ഒരു വൈകാരിക പ്രകടനം മാത്രമാണ്. അതൊരു ആവേശമാണ്, ഒരു സന്തോഷമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ മദീനയുടെ തുടക്കത്തിൽ അതിനേക്കാൾ ഗൗരവമുള്ള പല സംഭവങ്ങളും നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട മേഖലകൾ സന്ദർശിച്ചു. അവരുടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ചന്ത, മാർക്കറ്റ് സന്ദർശിച്ചു. ജൂതന്മാരുടെ മേൽക്കോയ്മയിലുള്ള മാർക്കറ്റാണ്. അവിടെ പോയി സന്ദർശിച്ചപ്പോൾ മനസ്സിലായി, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് പോലുള്ള നമ്മളുടെ ഇന്നത്തെ ഈരാറ്റുപേട്ടയിലെ മാർക്കറ്റ് സന്ദർശിച്ചാൽ എന്തൊക്കെ അരുതായ്മകളുണ്ടോ അതുപോലുള്ള ഒരുപാട് അരുതായ്മകൾ നിറഞ്ഞതാണ് അവരുടെ മാർക്കറ്റ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിൽ കച്ചവട രംഗത്തെ കഴിവുള്ള ആളുകൾക്ക് ഒരു സേവനങ്ങളും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജനോപകാരപ്രദമായിട്ടുള്ള നല്ല കച്ചവടങ്ങൾ നടക്കണം. അത് കേവലം കച്ചവടക്കാരന്റെ കീശ വീർപ്പിക്കൽ മാത്രമൊന്നുമല്ല. ചില കച്ചവട സ്ഥാപനത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചില സമയത്ത് വൈകി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സാധനം കിട്ടാനുള്ള സാധ്യത ഇല്ലാതായിട്ടുണ്ടാവും. നമ്മൾ പെട്ടെന്നൊരു കച്ചവട സ്ഥാപനത്തിലേക്ക് പോയിട്ട് ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കച്ചവടക്കാരൻ ആ സാധനം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തുമാത്രം സന്തോഷം നമുക്കുണ്ടാവും. ഏത് വില കൊടുത്തും അത് വാങ്ങിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാവുക. നമ്മുടെ സന്തോഷമാണ്. അതെന്താണ്? ഈ കച്ചവടക്കാരൻ നമുക്ക് ചെയ്യുന്ന വലിയൊരു സേവനമാണ്. രാത്രി കാലത്ത് പെട്ടെന്നൊരു മരുന്ന് വാങ്ങിക്കാൻ നമ്മൾ മറന്നുപോയി. വീട്ടിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് ചോദിക്കുന്നത്, ഇത് മരുന്നില്ലാതെ ഉമ്മയ്ക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ വാഹനം എടുത്തിട്ട് നമ്മൾ ടൗണിലേക്ക് ഓടുകയാണ്. ഓടി അവിടെ ചെന്നപ്പോ ഒരു മെഡിക്കൽ സ്റ്റോർ തുറന്നു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ചെയ്യുന്ന വലിയ സേവനമാണ്. ഭയങ്കര സന്തോഷത്തോടെ ആവേശത്തോടെ നമ്മൾ ഓടിപ്പോയിട്ട് ആ മരുന്ന് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുമോ? അവിടെ ആ ഒരു കച്ചവടക്കാരൻ നമുക്ക് ചെയ്യുന്ന വലിയ സേവനമാണിത്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുക. മിതമായ വിലയിൽ നല്ല സാധനങ്ങൾ നമുക്ക് നൽകാൻ തയ്യാറുള്ള കച്ചവടക്കാരെ തേടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കച്ചവടക്കാരൻ മാന്യമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പോക്കറ്റ് വീർപ്പിക്കുന്നതിനും അപ്പുറം ജനോപകാരപ്രദമായ തരത്തിലേക്ക് അവന്റെ ആ ഒരു ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഏറ്റവും സുന്ദരമായ ഒരു വശമാണ്. ഇനി നമ്മളത് പരിശോധിച്ച് നോക്കുക. നല്ല അധ്യാപകരെ അല്ലെ, നല്ല അധ്യാപകരെ തേടിയിട്ടാണ് നമ്മുടെ മക്കളുടെയും കൈപിടിച്ചിട്ട് പല സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുക. അധ്യാപകർ മോശമാകുമ്പോഴോ നമുക്ക് വല്ലാത്ത മനോവിഷമം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും. നല്ല അധ്യാപകരുള്ള, നല്ല ആത്മാർത്ഥതയുള്ള നല്ല അധ്യാപകരുള്ള അങ്ങനെയുള്ള നല്ല വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടെങ്കിൽ എന്തുമാത്രം സന്തോഷം നമുക്കുണ്ടാവും. ചൂഷണങ്ങളില്ലാത്ത, അതിക്രമ പ്രവർത്തനങ്ങളില്ലാത്ത. ആ രംഗത്ത് നല്ല കഴിവുള്ള ആളുകൾ അവരുടെ കഴിവുകൾ ഒരു നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് അവർ ചെയ്യുന്ന വലിയ സേവനങ്ങളാണ്. ഇതൊക്കെ അവരുടെ വിജയത്തിന് വേണ്ടി മാത്രമല്ല. ഒരു അധ്യാപനം നടത്തുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മുന്നിലേക്ക് കടന്നു വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും എത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ സ്നേഹിക്കുന്നുണ്ടാവും, എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ടാവും.
ആത്മാർത്ഥമായ രൂപത്തിൽ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന സാലറിയുടെ കണക്കുകളൊക്കെ നല്ല അധ്യാപകർ മറന്നുപോയിട്ടുണ്ടാവും. ആ സാലറിയുടെ കണക്ക് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നല്ല രൂപത്തിൽ ക്ലാസ് എടുക്കാൻ കഴിയില്ല. എത്രയോ നല്ല അധ്യാപകരുണ്ട്. ഈ അധ്യാപകരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നാടിന്റെ ഏറ്റവും ശരിയായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവരെയൊക്കെയും സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആണെന്ന് പല വിദഗ്ധരും വിദ്യാഭ്യാസ വിദഗ്ധരും അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഏത് രൂപത്തിലായിരിക്കണം, ഒരു സമൂഹത്തിന്റെ ഷേപ്പ് എന്തായിരിക്കണം, അവരുടെ സാംസ്കാരികമായിട്ടുള്ള രൂപങ്ങൾ എന്തായിരിക്കണം, ഇത് തീരുമാനിക്കുന്ന വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു, അധ്യാപകരെ വിലയിരുത്തപ്പെട്ടു. അതേസമയത്ത് നല്ല കച്ചവടക്കാരെയോ ഒരു നാടിന്റെ നാഡീ ഞരമ്പുകളായിട്ട് വിലയിരുത്തപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു പോയിട്ടുള്ളതാണ്. ഇമാമിങ്ങളോട് കൊടുക്കുന്ന കൽപ്പനയാണ്, നിങ്ങൾ സൂക്ഷിച്ചോണം. നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന മഅ്മൂമീങ്ങളിൽ കച്ചവടക്കാരും അതുപോലെ തന്നെ പട്ടാളക്കാരും ഉണ്ടെങ്കിൽ നമസ്കാരം ചുരുക്കിക്കോണം. എന്താണ് പട്ടാളക്കാരുടെ പ്രത്യേകത? ഒരു നാടിന്റെ സംരക്ഷകരാണ്. എന്താണ് കച്ചവടക്കാരുടെ പ്രത്യേകത? ഒരു നാടിനെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നത് അവരാണ്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം ഉന്നതമായ സ്ഥാനങ്ങളാണ് ഓരോരോ പ്രൊഫഷണൽ മേഖലകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. ആദരിക്കപ്പെടേണ്ടവരാണ്. അധ്യാപകരെ പോലെ തന്നെ ആദരിക്കപ്പെടേണ്ടവരാണ് ഏറ്റവും നല്ല കച്ചവടക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലയ്ക്കാണ് മദീനയിൽ പുതിയൊരു കച്ചവട മേഖലയ്ക്ക് രൂപം കൊടുത്തത്. ചൂഷണങ്ങൾ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും മനുഷ്യർക്ക് നല്ലൊരു സാംസ്കാരികമായ പശ്ചാത്തലം ഒരുക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ള ഒരു കച്ചവട സംസ്കാരം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഒരിക്കലും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങനെയുള്ള ആ ഒരു മാർക്കറ്റിലൂടെ നടന്ന് ചെല്ലുകയാണ്. എന്താണ് ആ ഒരു ഇമാറത്ത് അല്ലെങ്കിൽ അമീർ മുഅ്മിൻ ആയതിനു ശേഷം, ഇമാറത്ത് ഏറ്റെടുത്തതിനു ശേഷം വലിയ ഉത്തരവാദിത്വമാണല്ലോ അത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള മാനവിക വിഭവശേഷിയെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രപിതാവ് പോലും ആ ഉമറിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം നീതിയുക്തമാകുമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി. ഓരോ ആളുകൾക്കും അല്ലാഹു കൊടുത്തിട്ടുള്ള കഴിവുകളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും ശരിയായ രൂപത്തിൽ നിർവഹിക്കുന്നതിന്റെ ഭാഗം അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് കയറിച്ചെന്നു. കച്ചവട ഉൽപ്പന്നങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഇത് ഏത് ഉൽപ്പന്നമാണ്, ഇതിന്റെ വില എന്താണ്, ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇതിന്റെ ക്വാളിറ്റി എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇത്തരം വിശാലമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ കച്ചവടക്കാരൻ പലപ്പോഴും പകച്ചു പോകുന്നതായിട്ട് അവിടുന്ന് മനസ്സിലായി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ തന്നെ ഇത് പൂട്ടിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ പൂട്ടണം. ഈ കച്ചവട സ്ഥാപനം ഇവിടെ തുറന്നിരിക്കാൻ പാടില്ല. കാരണം താങ്കൾക്ക് കച്ചവടത്തിനെ കുറിച്ച് അറിയില്ല. ഒരാവേശത്തിന്റെ കുറച്ച് സ്ഥാപനമായിട്ട് ഇറങ്ങിയതാണ്, അത് പാടില്ല. നമ്മുടെ ഈരാറ്റുപേട്ടയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നാൽ എത്ര കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കും? നമ്മൾ ആലോചിച്ചു. കച്ചവടത്തെ കുറിച്ച് അറിഞ്ഞിട്ടാണോ? ആരെങ്കിലും ഒരു പരിപാടി തുടങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തയാൾ അതുമായിട്ട് ഇറങ്ങണം. അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ? അല്ല, ഒരു 3 മാസം കഴിയുമ്പോൾ അതും കൂട്ടിക്കിട്ടും. എത്ര സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഉദ്ഘാടന വാർത്തകളുമായിട്ടാണ് നമ്മുടെ നിരത്തിലൂടെ വാഹനങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാപനങ്ങൾക്കും എത്ര കാലാവധിയുണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുക. കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു ഇസ്ലാമിന്റെ ഒരു കച്ചവട കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യണം. അതൊന്നും നമുക്കിടെ ചർച്ചയല്ലോ. നമുക്ക് നോമ്പ് വരട്ടെ, ഇസ്ലാം ചർച്ച ചെയ്തോളൂ. നമസ്കാരം വരട്ടെ, ചർച്ച ചെയ്തോളൂ. സക്കാത്തിനെ പറ്റി ചർച്ച ചെയ്ത അടുത്ത സീസൺ വന്നു. എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇതൊക്കെയാണല്ലോ നമുക്ക് ആവേശം. അല്ലാതെ കച്ചവടം, നാടിന്റെ മിടിപ്പുകൾ, നാടിന്റെ സാംസ്കാരിക വശം, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. നേരത്തെ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കും. കാരണം ജൂതന്മാരാണല്ലോ എന്ത് ചർച്ച ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനനുസൃതമായിട്ടുള്ള ചർച്ചകളാണല്ലോ നമുക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആവേശങ്ങളാണ്. സീസണുകളുണ്ടാവും. ഓരോ സീസൺ അനുസരിച്ച് ഓരോരോ ചർച്ചകൾ തള്ളിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത സീസണിന് വേണ്ടി കാത്തിരിക്കും. അപ്പൊ അടുത്ത കുറെ ചർച്ചകളുണ്ടാവും. നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പരമ്പരാഗതമായിട്ട് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിൽ നിന്നും വിഭിന്നമായി ഖുർആനെ നമ്മൾ തുറന്നു വയ്ക്കുക. ഖുർആൻ എന്താണ് നമ്മളോട് പറയാനുള്ളത്? അതാണ് സൂചിപ്പിക്കപ്പെട്ടത്. അദിൽ എന്ന് പറയുമ്പോൾ നീതി നടപ്പിലാക്കുക. യഅ്മുറുക്കും ബിൽ അദിൽ, നിങ്ങളോട് അല്ലാഹു കൽപ്പിക്കുകയാണ് നീതിയുടെ വിഷയത്തിൽ. എനിക്ക് കിട്ടാനുള്ള നീതിയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ട ഒരു ചർച്ചയല്ല അത്. ഒരു സമൂഹവും പുരോഗതി പ്രാപിക്കില്ല, ഒരു നാടും
നവോത്ഥാനത്തിലേക്ക് കടന്നു ചെല്ലില്ല, ഉറപ്പാണ്. നീ നിന്റെ വിഷയം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ മനഃശാസ്ത്രപരമായിട്ടുള്ള വിഷയത്തിൽ പുതിയ ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ഒക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? 2 തരം കാഴ്ചപ്പാടിലേക്കാണ് മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പരാജയത്തിന്റെ മേഖലകളിലേക്ക് പോകുന്ന ആളുകൾ ഒരു തരം കാഴ്ചപ്പാടാണ്, വിജയത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ആളുകൾ മറ്റു തരം കാഴ്ചപ്പാടാണ്. എന്താണ്? ഇൻഡിവിജ്വാലിറ്റി, യൂണിവേഴ്സാലിറ്റി എന്നാ പറയുക. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടും. സ്വന്തം പോരായ്മകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും മെച്ചപ്പെട്ടവനാണ് എന്ന കാഴ്ചപ്പാടിൽ അവനെ തന്നെ വിശ്വസിപ്പിച്ച് സമാധാനമടഞ്ഞ് കഴിഞ്ഞുകൂടും. അവനെ കൊണ്ട് ഒരു പ്രയോജനവും. അവൻ കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ പരാജയം മാത്രമായിരിക്കും സംഭവിക്കുക. കച്ചവടം ചെയ്തോ പരാജയപ്പെടും. കുടുംബജീവിതമാണോ പരാജയത്തിലാണ്. മക്കളെ പോറ്റുന്ന വിഷയത്തിലാണോ പരാജയമാണ്. അവരുടെ സാംസ്കാരികമായിട്ടുള്ള ബന്ധങ്ങളാണോ പരാജയത്തിലാണ്. എല്ലായിടങ്ങളും പരാജയങ്ങളാണ്. എന്താ കാരണം? പരിശോധിച്ച് നോക്കുക. അവർ ഇൻഡിവിജ്വാലിറ്റി എന്ന കാഴ്ചപ്പാടിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന അതിലേക്കൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ നമസ്കാരത്തിന് വേണ്ടി കൈ വെട്ടുമ്പോൾ തന്നെ നമ്മളോട് പറയുന്ന ഇഫ്തിതാഹിന്റെ ദുആ എന്താണ്? തുടക്ക പ്രാർത്ഥന എന്താണ്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർദ്. എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോയത് നമസ്കാരം? ആദ്യം അത് ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ, അല്ലാതെ ഈ മന്ത്രമാണെങ്കിൽ ഈ ഫലം ഒന്നും ചെയ്യില്ല. മന്ത്രണമാണല്ലോ എല്ലാം. മന്ത്രത്തിലേക്ക് മാറി. ഇങ്ങനെ പറഞ്ഞു എങ്ങനെയും തീർത്തിട്ട് ഫാത്തിഹയിലേക്ക് ഇരുന്ന് എന്താ പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. അതങ്ങനെ പരമ്പരാഗതമായി കൈമാറി വന്ന ഒരു സാധനം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനപ്പുറം അത് ചിന്തയ്ക്കൊന്നും വിഷയീഭവിക്കുന്നില്ല. ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്ന വിഷയങ്ങൾ എൻ്റെ കച്ചവടം, എൻ്റെ പരിപാടികൾ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വലിയ പരാതിക്കാരനാവും. നമസ്കാരത്തിൽ തീരെ അങ്ങോട്ട് ശ്രദ്ധ കിട്ടുന്നില്ല കേട്ടോ എന്ന് തിരിച്ചൊരു ചോദ്യം. ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിങ്ങളിപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്ന് പഠിക്കാൻ തയ്യാറാകുമോ? സമയമില്ല. ഇതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരല്പം ഒന്ന് പറഞ്ഞില്ല. തീരെ സമയമില്ല. ഒന്നാമത് ഇപ്പം കുത്തുബ തന്നെ സമയം കൂട്ടിപ്പോയി. ഇന്ന് നിൽക്കാൻ സമയമില്ല, പെട്ടെന്ന് ഓടണം എന്നാണ് ഈ ഓട്ടമാണ്. ഒന്നും മനസ്സിലാക്കാൻ തയ്യാറല്ല. ശരിക്കും പറഞ്ഞാൽ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ഒരു യൂണിവേഴ്സാലിറ്റി എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. കാരണം പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച, ആകാശങ്ങളെ സൃഷ്ടിച്ചാന്ന് പറഞ്ഞിട്ട് നമസ്കാരം ആരംഭിക്കുക. ഈ ഇഫ്തിതാഹിന്റെ ദുആയ്ക്ക് ശേഷം നമ്മുടെ ജീവിതവും എല്ലാം അല്ലാഹുവിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ചതിന് ശേഷം നമ്മളോട് പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വ ലോകങ്ങളിലും സ്തുതി അല്ലാഹുവിന് മാത്രമാണ്. അപ്പൊ സർവ്വ ലോകങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റി എന്ന പരാജയത്തിന്റെ തലത്തിൽ നിന്നും യൂണിവേഴ്സാലിറ്റി എന്ന വിജയത്തിന്റെ വഴിയിലേക്കാണ് ഓരോ നമസ്കാരങ്ങളും നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഞാൻ സ്വയം എന്നെ നയിക്കാൻ ഞാൻ തയ്യാറാണോ? അല്ല എന്നെ നയിക്കാൻ തയ്യാറാണ്, പക്ഷെ സ്വയം ഞാൻ എന്നെ നയിക്കാൻ തയ്യാറാണോ? അല്ല എന്നാണെങ്കിൽ എൻ്റെ ആ ചുരുങ്ങിയ ജീവിതത്തിൽ മാത്രം ഞാൻ ഒതുങ്ങിക്കൂടുകയാണ്. ഒരു ലിമിറ്റഡ് പേഴ്സൺ ആയിട്ടാണ് മാറുക. വളരെ ചുരുങ്ങിയ ഒരു എൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ ഒതുങ്ങിക്കൂടുകയാണ്. എൻ്റെ പക്കൽ നിന്നും ഒരു സേവനവും ഒരു മനുഷ്യനും കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു എനിക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു മനുഷ്യന് പോലും ഒരു നന്മയും ചെയ്യാൻ എന്നെ കൊണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറിയ ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടി എന്നുള്ളതാണ്. ഇനി ഞാൻ നീതിയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിൽ നിന്നും എത്രമാത്രം നീതി എൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബാദികൾ എന്ന് തുടങ്ങി എൻ്റെ ബന്ധുക്കൾ, അതിനുശേഷം എൻ്റെ അയൽവാസികൾ, എന്നെ പ്രതീക്ഷിച്ച് കടന്നു വരുന്ന ചെറുജീവികൾ അടക്കമുള്ള ഈ പ്രകൃതിയിലുള്ള സർവ്വ വസ്തുക്കളും അല്ലെ എത്രമാത്രം ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയോട് എത്രമാത്രം ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയോട് ഞാൻ നീതി കാണിച്ചു. നീതി കാണിച്ചിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള പ്രകൃതി ക്ഷോഭങ്ങളെ നേരിടേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നു നീതി എന്നുള്ള ഒരൊറ്റ സംഗതിയെ മുൻനിർത്തിയിട്ട്. ഒരുപാട് ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകളെയൊക്കെ നിർവഹിച്ചുകൊണ്ട് മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ നീ നീതി കൊടുക്കാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വിശാലമായ ചർച്ചയിലേക്കാണ് ഖുർആൻ നമ്മളെ നയിക്കുക. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് നീതി കിട്ടുന്നില്ല. പോലീസ് എന്നോട് നീതി കാണിച്ചില്ല, കോടതി എന്നോട് നീതി കാണിച്ചില്ല, ഭരണകൂടം എന്നോട് നീതി കാണിക്കുന്നില്ല. ഇല്ല, എത്രമാത്രം നീതിയെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നെ
ഒരു മുനിസിപ്പാലിറ്റിയുടെ കേവലം ഒരു മെമ്പറാക്കി നോക്കുക. ഒരു മുനിസിപ്പൽ കൗൺസിലർ, നിങ്ങളെല്ലാം കൂടെ ഇത്രമാത്രം പരാതി പറയുന്ന എന്നെ നിങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒരു മുനിസിപ്പൽ കൗൺസിലറാക്കി മാറ്റുക. എത്രമാത്രം എനിക്ക് നീതി നിർവഹിക്കാൻ കഴിയും? പരിശോധിച്ച് നോക്കാം നമുക്ക്. എത്രമാത്രം എനിക്ക് നീതി നിർവഹിക്കാൻ കഴിയും? അപ്പൊ എനിക്ക് കുറെ ന്യായീകരണങ്ങൾ ഉണ്ടാവുമല്ലോ. എൻ്റെ പാർട്ടി എങ്ങനെയാണ്, എൻ്റെ കൂട്ടത്തിലുള്ളവരിങ്ങനെയാണ്, അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ കാണിച്ചിട്ട് എന്താ കാര്യം? എന്തുമാത്രം ന്യായമായിരിക്കും പറയാനുണ്ടാവുക? അതിക്രമപരമായ ഒരു ശൈലി ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതിനപ്പുറം എൻ്റെ നാടിന് എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു മുനിസിപ്പൽ കൗൺസിലർ ആവുമൊന്നും വേണ്ട നാടിന് വേണ്ടി സേവനം ചെയ്യാൻ. പണ്ട് ആരൊക്കെ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതായിട്ടും ആളുകൾ ഇത് ചെയ്യാത്തത്. അതല്ലാത്ത എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതായ എന്നെ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. എത്രമാത്രം വലിയൊരു ഉത്തരവാദിത്വമാണ്. സഹാബത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കരഞ്ഞു തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ആ കരച്ചിലിനെ അത്ഭുതമാക്കി മാറ്റി. എന്തൊരു അത്ഭുതം, എന്തൊരു നീതിബോധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗകര് ആ സഹാബത്തിന് നീതിബോധത്തെ കുറിച്ച് പറയുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഒരത്ഭുതവും ഇല്ല അതിനകത്ത്. അവരെ കരയിപ്പിച്ച സംഗതി എന്താണെന്ന് അറിയുമോ? കേവലം നമുക്കിടയിൽ ഒരു ഉത്തരവാദിത്വവും പേറിക്കൊണ്ട് ഒരു പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം ജനങ്ങൾ ഒരു വ്യക്തിയെ ഏൽപ്പിച്ചാൽ, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ മുനിസിപ്പൽ കൗൺസിലർ എന്നാ പറയുക. മുമ്പ് പഞ്ചായത്ത് മെമ്പർ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ കീഴിലുള്ള ഒരു പ്രദേശത്ത്, ആ പ്രദേശത്തുള്ള ഒരു റോഡിൽ ഒരു ടാറിന്റെ കല്ല് ഇളകി വീണിട്ട്, കുറെ കല്ലുകൾ അങ്ങനെ തുടർച്ചയായി ഇളകി വീണ് അത് ചെറിയൊരു കുഴിയായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുഴിയിലൂടെ കയറി ഇറങ്ങുന്ന മുഴുവൻ ആളുകളുടെയും പാപഭാരം ഈ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ്. ഇസ്ലാമികമായിട്ടുള്ള നീതിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു കൗൺസിലറെ ആ രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാം. എന്ന് വെച്ചാൽ ആ റോഡിലൂടെ ആരൊക്കെ കടന്നു പോകുന്നുണ്ടോ ആ രൂപാന്തരപ്പെട്ട ചെറിയൊരു കുഴി, അതിൽ കയറി ഇറങ്ങുന്ന സമയത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. നമ്മുടെ വാഹനങ്ങൾക്ക് ഉണ്ടാവും, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അപ്പൊ അതും കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? തിരക്കിനിടയിൽ വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തന്നെ പരിഗണിക്കപ്പെടുക. ഇതിന്റെയൊക്കെ നാശം പാപഭാരങ്ങളായി ആരുടെ മേൽ ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? ഈ കൗൺസിലർ എന്ന് പറയുന്ന ആളുടെ മേൽ ഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കിയ സഹാബത്തിന് കരയാതിരിക്കാൻ പറ്റുമോ? പഠിച്ചവനെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കല്ലേ 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 എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറുകയാണ്. നമ്മളോ എന്നെ ഒന്ന് ഏൽപ്പിക്കും, ഒന്നൊന്ന് ഏൽപ്പിക്കുക. കാരണം എന്തെന്നറിയോ, കൗൺസിലറായിട്ട് എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു കൗൺസിലർ ആകുമ്പോൾ എന്തുമാത്രം നീതിബോധം എന്നിൽ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. നല്ലൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കും. എന്ത് രസമുള്ള പരിപാടിയായിരിക്കും. ആളുകളൊക്കെ ജയിക്കുന്നു, പൂമാലയൊക്കെ ഇട്ട് എന്തൊരു ചിരിയാൻ. ജീവിതത്തിൽ അന്നേ വരെ ഞാൻ ചിരിച്ചിട്ടുണ്ടല്ലോ, അത്രമാത്രം ചിരിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ ചിരിച്ചു തുടങ്ങും. എന്നാലോചിച്ച് നോക്കുക, ചിരിക്കാനുള്ള സന്ദർഭമാണോ? ഈ രൂപത്തിലുള്ള ഒരു നീതിബോധമാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ കരയാൻ മാത്രമേ പറ്റുള്ളൂ. ഒരാളും ഏറ്റെടുക്കാൻ തയ്യാറല്ല. അത്രമാത്രം എൻ്റെ ജീവിതത്തിലേക്ക് പാപങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. നേരെ തിരിച്ചാണെങ്കിലോ, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, എൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഈ നാടിനെ സേവിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എൻ്റെ നാട്ടിൽ എന്താണ് പ്രശ്നം സംഭവിക്കുന്നത് അതിനെ വളരെ കൃത്യതയോട് നോക്കി 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 നിരീക്ഷിച്ച് ഓരോ മേഖലകളും നന്മ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ജനങ്ങളൊക്കെ നീതിയുടെ ഭാരം എൻ്റെ തലയിൽ വെച്ചു തന്നു. അത് ശരിയായ രൂപത്തിൽ നിർവഹിച്ചേ പറ്റൂ എന്ന കാഴ്ചപ്പാടോടുകൂടി, ശരിയായ ഒരു നീതിബോധത്തോടു കൂടിയാണ് ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാലും, മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നാലും, ചെയർമാൻ ആയിരുന്നാലും, ചെയർപേഴ്സൺ ആയിരുന്നാലും, ആരായിരുന്നാലും പ്രവർത്തിക്കുന്നതെങ്കിൽ വലിയ പ്രതിഫലത്തിന്റെ കൂമ്പാരങ്ങളാണ് ആ ഒരു നീതിബോധത്തെ തുടർന്ന് ആ വ്യക്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൗൺസിലറെ കുറിച്ച് പറയുമ്പോൾ ചെയർമാനെ കുറിച്ച് പറഞ്ഞ ഒരു രസമാണല്ലോ നമുക്കൊക്കെ. അവരെ കുറ്റപ്പെടുത്താം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിന്റെ കൗൺസിലർ ആരാണ്? ഒരു കുടുംബത്തിന്റെ ചെയർമാൻ ആരാണ്? ഒരു കുടുംബത്തിന്റെ രാജാവ് ആരാണ്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ നിലയ്ക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഈ പ്രശ്നങ്ങളുണ്ട്. കൗൺസിലറെ കുറ്റപ്പെടുത്തി, ചെയർപേഴ്സണെ കുറ്റപ്പെടുത്തി, ചെയർമാൻമാരെയൊക്കെ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തിയവരാണ്. അതേസമയത്ത് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, അതിന്റെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഒന്നാമതായി അർ-റിജാലു ഖവ്വാമൂൻ, വിശുദ്ധ ഖുർആൻ പറയാം, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾക്ക് മേൽ പുരുഷന്മാരെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു.
കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാനവിക വിഭവശേഷി എന്നുള്ളൊരു വിഷയത്തിൽ എന്നുള്ളൊരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പുരുഷന്മാരെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടി വരും. അപ്പോഴോ വലിയ ഉത്തരവാദിത്വ ബോധമാണ്. ആ രംഗത്ത് നീതി നിർവഹണം നടത്താൻ ഒരു പിതാവ് തയ്യാറാണോ? ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് താങ്കൾ തയ്യാറാണോ? ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് തയ്യാറാണോ? ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലോ വലിയ പാപത്തിന്റെ കണക്കുകളാണ് എൻ്റെ ജീവിതത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുന്നത്. മക്കൾ വഴിതെറ്റുമ്പോൾ കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ മക്കൾ വഴിതെറ്റാനുള്ള കാരണം ആരാണ്? ഖുർആൻ ചോദിക്കുന്നു. മക്കൾ വഴിതെറ്റാനുള്ള കാരണം ആരാണ്? ഖുർആൻ തന്നെ വ്യാഖ്യാനിക്കുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്, ചില ആളുകൾ നരകത്തിലായിരിക്കും. പിതാക്കന്മാർ സന്തോഷത്തോടു സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കളാൽ വിളിക്കപ്പെടും. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ നരകത്തിൽ അകപ്പെടാനുള്ള കാരണം എൻ്റെ ഈ മാതാപിതാക്കളാണ്. അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നീതി നടപ്പിലാക്കും. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക? ഈ മക്കൾ നരകത്തിലേക്ക് പോവാൻ നിങ്ങളാണ് കാരണക്കാരെങ്കിൽ നിങ്ങളും നരകത്തിലേക്ക് തന്നെ പോയാൽ മതി എന്നുള്ള തീരുമാനം ഇത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതാപിതാക്കളെ ആദരിക്കേണ്ട എല്ലാ വശത്തെക്കുറിച്ചും പറഞ്ഞു പഠിപ്പിച്ച അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതാപിതാക്കളുടെ ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് ഇവിടെ പരിചയപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കേണ്ട വിഷയമല്ലേ, പരിശോധിക്കേണ്ട വിഷയമല്ലേ. ഇവിടെയാണ് പ്രിയമുള്ളവരെ ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ൽ. ഇഹ്സാനിലേക്കൊന്നും പോകണ്ട. അല്ലാതെ തന്നെ എന്താണ് ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമാണ്, ഏതേത് മേഖലയിലായിരുന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ആയത്തിനോടൊന്ന് സംവദിക്കുക. ഞാൻ ആരെക്കുറിച്ചും ചർച്ച ചെയ്യണ്ട. ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഇവിടെയുള്ള സമൂഹത്തിലെ മത പണ്ഡിതന്മാരെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യണ്ട. ഒരാളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യണ്ട. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും കരണീയമായിട്ടുള്ളതാണ്. ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമോ? നാളെ പരലോകത്ത് ഏറ്റവും നല്ല സന്തോഷകരമായ, ആനന്ദകരമായ, ആഹ്ലാദകരമായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സ്വർഗീയമായ അവസ്ഥയിൽ എനിക്ക് സമ്മാനിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ ആയത്തുമായിട്ട് സംവദിക്കുക. അല്ലാഹുവേ, നീതിബോധം എന്നുള്ള ഒരു വിഷയത്തിൽ എത്രമാത്രം എനിക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ൽ, നീതിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ശക്തിയുക്തം എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. പടച്ചവനെ, എത്രമാത്രം എൻ്റെ ജീവിത പശ്ചാത്തലങ്ങളിൽ എനിക്ക് നീതി നിർവഹിക്കാൻ കഴിയും. ഞാനൊരു അധ്യാപകനായിട്ട് ജോലി ചെയ്ത ഒരാളാണ്, ഇന്നും അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എത്രമാത്രം എൻ്റെ വിദ്യാർത്ഥികളുടെ മുന്നിൽ എനിക്ക് നീതി നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. എത്രമാത്രം ആ 3 കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നീതി നിർവഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു ഭർത്താവാണ്. എത്രമാത്രം ഭാര്യയുടെ വിഷയത്തിൽ എനിക്ക് നീതി നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. ഞാനൊരു മകനാണ്. എത്രമാത്രം എൻ്റെ ഉമ്മയുടെ വിഷയത്തിൽ എനിക്ക് നീതി നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. ഞാനൊരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ സഹോദരങ്ങൾക്കിടയിൽ എത്രമാത്രം എനിക്ക് നീതി നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രം മുന്നോട്ട് വെച്ചാൽ മതി. ഞാനിവിടെ വേറെ ആരെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട, എന്നെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, വലിയ ചിന്തകളും പാഠങ്ങളുമായിരിക്കും അതിലൂടെ ഉരുത്തിരിഞ്ഞു വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാനുള്ള നല്ല തൗഫീഖ് നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നീതിയെ കൊണ്ട് നമ്മോട് കൽപ്പിക്കുകയാണ്. ഈ നീതിബോധം ശരിയായ രൂപത്തിൽ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കുക. പറയപ്പെട്ടതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏതേത് ധർമ്മങ്ങളാണ് ഞാൻ നിർവഹിക്കേണ്ടത്, ആ മേഖലകളിലൊക്കെ എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു, കുടുംബത്തിലെ ഒരു അംഗം, ആ നിലയ്ക്കാണെങ്കിൽ സമൂഹത്തിലെ ഒരു അംഗം, ഞാൻ നിർവഹിക്കുന്ന എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അത് കച്ചവട മേഖലയാണെങ്കിൽ അങ്ങനെ, മറ്റുള്ള ഏതെങ്കിലും ധാർമ്മിക മേഖലയിലാണെങ്കിൽ അതങ്ങനെ, എൻ്റെ ധർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി, അവരൊരു അമുസ്ലിമാണ്. ആ മുസ്ലിം സഹോദരി വളരെ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും പബ്ലിക് ഫോണുകൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഒരു ദിവസം അതേ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഫോണൊന്ന് തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവർക്ക് എന്ത് ചെയ്തു, ഓഫീസിലെ പബ്ലിക് ഫോൺ എടുത്ത് കൈമാറിയപ്പോൾ അവർ പറഞ്ഞു, ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്? ഇത് പൊതു ഫോണല്ലേ, ഇത് ഉപയോഗിക്കാനുള്ള അനുവാദം എനിക്കില്ല.
ഈ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത് പൊതു ഫോണും ഓഫീസിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അതിനുള്ള അനുവാദം എനിക്കില്ല. എനിക്ക് നിങ്ങളുടെ ഫോൺ തന്നാൽ നിങ്ങളുടെ അനുവാദം മാത്രം മതിയല്ലോ, എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു. ഈ സ്ത്രീ അത്ഭുതത്തോട് ചോദിക്കുന്നത് എന്തൊരു അത്ഭുതമാണ്, എന്താണ് നിങ്ങളെ ഇങ്ങനെ ചിന്തിപ്പിച്ചത്? അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ സഹോദരൻ പറയുകയാണ്, നീതിബോധം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തിയുക്തമാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഫോൺ എടുത്ത് ഉപയോഗിച്ചാൽ അത് അനീതിയാണ്. അപ്പൊ പറയും, ഇത് ആരും അറിയുന്നില്ലല്ലോ. അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ആരറിയുന്നു? ഒരാൾ അറിയുന്നു. ഇവിടെ ക്യാമറ പോലും ഇല്ല. ക്യാമറ ഇല്ലാതെ തന്നെ അതിനേക്കാൾ വലിയ ക്യാമറ സിസ്റ്റത്തിലൂടെ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ സൃഷ്ടാവ്. ആ സ്ത്രീ അത്ഭുതത്തോട് പറയാണ്, എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ച്, എന്താണ് നിങ്ങളുടെ ആദർശം? അവർ പറഞ്ഞ വിശുദ്ധ ഖുർആനാണ്. ആ സഹോദരി അത്ഭുതത്തോട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു മനുഷ്യനെ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എത്ര വലിയ ദഅവത്താണ്, എത്ര വലിയ ദഅവത്താണ്! ഇതിനേക്കാൾ വലിയൊരു ദഅവത്തുണ്ടോ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവർ ജീവിച്ച് കാണിക്കുകയായിരുന്നു. അവരാരും ഇങ്ങനെ മഷി അടിച്ച് ഇങ്ങനെ കുറച്ച് ഈ സാധനങ്ങളുമായിട്ട് ആളുകൾക്കിടയിലേക്ക് കാര്യമായിട്ട് വിതരണം ചെയ്യുന്നതിൽ മാത്രം അത് മോശമാണെന്നല്ല പറഞ്ഞു വന്നു. ഒരുപാട് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അതിലൂടെയൊക്കെ എത്തിപ്പെടുന്നു. പക്ഷെ അതിലും മാത്രം പരിമിതപ്പെടുത്തിയിട്ട് എൻ്റെ ജീവിതത്തെ നീതിക്ക് അല്ലെങ്കിൽ അനീതിയിൽ അധിഷ്ഠിതമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും, കാരണം ഇന്ന് മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ പരാതി എന്താണ്? നമ്മൾ വർഗീയത എന്ന് പറയുന്ന ഈ ഒരു എന്തൊരു ന്യായീകരിക്കാൻ വേണ്ടി ഒരു വർഗീയത എടുത്തു വെക്കുമല്ലോ, അതൊന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ, എൻ്റെ സഹോദരങ്ങൾക്കിടയിൽ മുസ്ലിം സമുദായത്തിനിടയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നമുക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയും. കാരണം നീതി ബോധമുള്ള ഒരു സമൂഹത്തെ അല്ല ഒരിക്കലും കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും എന്ത് ചെയ്യുക, നമ്മൾ നീതിബോധത്തോടുകൂടി എല്ലാവരും എന്ത് ചെയ്യുക, അവിടെ പരസ്പരം പറയപ്പെടുന്ന നീതിയിൽ അധിഷ്ഠിതമായ നിയമങ്ങൾക്കനുസൃതമായി നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ്, നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റി നല്ല ധാരണകൾ, ഈ നമ്മളിലേക്ക് വരുന്ന നല്ല ധാരണകൾ അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ദീനിനാണ്. കാരണം ഒരു ദീനിന്റെ വാക്താക്കളും പ്രയോക്താക്കളുമാണ് ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം. ഈരാറ്റുപേട്ടക്കാർ എന്ത് നന്മ ചെയ്താലും അത് പ്രയോജനപ്പെടുക ഇസ്ലാമിനാണ്, എന്ത് തിന്മ ചെയ്താലും അത് ദീനിനെതിരായിട്ടാണ് അതിന്റെ ഒരു പ്രശ്നം അവിടെ സംഭവിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നീതിബോധത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ഈ നീതിബോധത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുത്ത് മാറ്റാനുള്ള വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അതിനുള്ള ശരിയായ ബോധവും ചിന്തയും തിരിച്ചറിവും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാവങ്ങളെ അല്ലാഹു എൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കരകയറ്റി സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സമാധാനവും സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരേക്കും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.